നീലി ഭൃങ്കാതി എണ്ണ മുടി വളരാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എന്നാൽ ചിലർ അത് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, അതുപോലെ തന്നെ ആരൊക്കെയാണ് അത് അവോയ്ഡ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ നീലി ഭൃങ്കാതി എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഉള്ളോടെ വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ ചിലർക്ക് നീളം വെക്കാത്ത മുടിയുണ്ട്, എത്ര ശ്രമിച്ചാലും നീളം വെക്കില്ല ചിലർ മുടി. അപ്പോൾ നീളം വെക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ചിലർക്ക് പൊതുവെ മുടിക്ക് ബ്ലാക്ക് കളർ കുറവായിരിക്കും, ചെമ്പൻ കളറൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബ്ലാക്ക് കളർ കൂടാനായിട്ട് സഹായിക്കും. മുടിയുടെ ഓവറോൾ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യും. മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ തിന്നായിട്ട് പൊട്ടിപ്പോവുക, പിന്നെ സ്പ്ലിറ്റൻസ് ഉള്ളവർക്ക് അതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അത് പിന്നെ അതുപോലെ തന്നെ സ്കാൽപ്പ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലി ഹെയർ ഫോൾ കുറയുകയും ചെയ്യും, ഡാൻഡ്രഫും കുറയും. ഇതിനൊരു കോൾഡ് പൊട്ടൻസി ഉള്ളത് കൊണ്ട് തന്നെ കണ്ണിന് കുളിർമ നൽകാനും ഉറക്കക്കുറവിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ മസാജ് ചെയ്ത ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റിന് ശേഷം കുളിക്കാവുന്നതാണ്. കുളിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഇത് എണ്ണ സ്കാൽപ്പിൽ തങ്ങി നിൽക്കാത്ത രീതിയിൽ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ ശ്രദ്ധിക്കുക. മൈൽഡ് ഷാമ്പു വെച്ച് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ആഴ്ചയിൽ 2-3 തവണ ഇത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യം, ഇത് അവോയ്ഡ് ചെയ്യേണ്ടവരായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. ഇത് എല്ലാവർക്കും സ്യൂട്ട് ആവില്ല ഈ എണ്ണ. അതായത് സൈനസൈറ്റിസ് ഉള്ളവർ, പിന്നെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, പിന്നെ തോള് വേദനയുള്ളവർ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ പോലെയുള്ള അസുഖങ്ങൾ സ്ഥിരമായിട്ട് വരുന്നവർ, തലനീരിറക്കമുള്ളവർ ഒക്കെ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം തലയിൽ തേക്കുന്ന എണ്ണ സെലക്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്.